യമനിലെ ഹൂതി വിമതർ അതിശക്തമായി തന്നെ ഇസ്രയേലിനെ വട്ടമിട്ടിരിക്കുകയാണ്. ഇസ്രയേൽ ഓരോ രാജ്യങ്ങളെയും കടന്നാക്രമിക്കാൻ ചെല്ലുന്നത് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലും അവരുടെ നിലവിലെ മാനസിക നില അനുസരിച്ചുമൊക്കെയാണ്. നമുക്കറിയാം, ഇസ്രയേൽ സമാധാനപരമായി ജീവിക്കുന്ന രാജ്യമായിട്ടുള്ള ഖത്തറിനെ ആക്രമിച്ചത്. ഖത്തറിലേക്ക് ഹമാസിലെ പലരെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു, അവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായി അറിയാമെന്നൊക്കെയാണ് ഇസ്രായേൽ പ്രസ്താവിച്ചത്. എന്നാൽ കൃത്യമായി ഖത്തർ പറയുന്നു, ഇറാനെ ആക്രമിച്ചതുപോലെ ഖത്തറിനെയും ആക്രമിച്ചുകൊണ്ട് വളരെ വ്യക്തമായി നെതന്യാഹുവിൻ്റെ മുസ്ലിം വിരുദ്ധതയാണ് കാണുന്നത്. നെതന്യാഹു ഒരു പിശാചിനെ പോലെ എല്ലാ സ്ഥലങ്ങളിലും അസമാധാനം വിതരാൻ, സമാധാനക്കേട് ഉണ്ടാക്കാൻ, ഭാവിയുടെ വാഗ്ദാനങ്ങളെ പിച്ചിച്ചീന്തി അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന വ്യക്തിയാണ്. പാലസ്തീനിൽ ഇനിയൊരു പുതിയ തലമുറ ഉണ്ടാകരുത് എന്ന ദുഷ്ടലാക്കോടെയാണ് അവിടെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് UN കാണുന്നില്ലേ എന്നുള്ള ചോദ്യം ഖത്തർ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നാൽ ഖത്തറിലേക്ക് നടന്ന ആക്രമണത്തെ നിരവധിയായ അറബ് രാജ്യങ്ങൾ അപലപിക്കുകയും ഇസ്രായേൽ ചെയ്യുന്ന ഈ നെറികേടിന് മറുപടി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പറഞ്ഞത് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ്, ഇസ്രായേലിനോട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ എതിർ അഭിപ്രായമാണുള്ളത്, ഞങ്ങളോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു കടന്നാക്രമണം നടത്തിയതെന്നാണ്. ഇതൊക്കെ അമേരിക്കയുടെ നാടകമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഖത്തർ പറയുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ എയർബേസ് അത് ഖത്തറിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇസ്രയേലാണ് ശരിക്കും അമേരിക്കയെക്കാളും വിറച്ചത്. കാരണം ഇറാൻ ഇത്രയധികം ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിലെ സാഹചര്യങ്ങൾ ഇറാന് കുറച്ചുകൂടി അനുകൂലമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് നെതന്യാഹുവിനും സയനിസ്റ്റ് ഭരണകൂടത്തിനും തിരിച്ചറിവ് വന്നതോടെയാണ് സമനില തെറ്റി അവർ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന് കൃത്യമായി അറിയാതിരിക്കുന്നത്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനും ആണവ ശാസ്ത്രജ്ഞരെ വധിച്ച് പിന്നീട് അവിടെ ഒരു ആണവ സമ്പുഷ്ടീകരണം തുടരാനോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകാനോ ഇറാൻ എന്ന രാജ്യം വികസന പാതയിലേക്ക് എത്താനോ സമ്മതിക്കാതിരിക്കാൻ ഇസ്രായേൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി നോക്കുന്നുണ്ട്. ഇറാന്റെ അവിടുത്തെ 9.25 കോടി ജനങ്ങളെ, അവരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെയാണ് അയത്തുള്ള അൽ ഖമനി മുൻഗണന കൊടുക്കുന്നത് എങ്കിൽ ആ വിഷയങ്ങളിൽ ഇസ്രായേൽ കയറി ചൊറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുത്തേ മതിയാവുകയുള്ളൂ എന്ന് ഖത്തറും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം അത് പുനരാവിഷ്കരിക്കാനും അത് ഇസ്രായേലിന് വീണ്ടും വലിയ നാശനഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങൾക്കധികം ആലോചിക്കേണ്ട സാഹചര്യമില്ല എന്ന് വെറുതെ ഇറാൻ പറഞ്ഞതല്ല. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ കടന്നാക്രമിച്ച് പലസ്തീനെ വീണ്ടും വീണ്ടും പിച്ചു ചീന്താൻ ശ്രമിക്കുമ്പോൾ നെതന്യാഹുവിനെ ഏത് രീതിയിലും പാഠം പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ എന്ന് അയത്തുള്ള അൽ ഖമനിക്ക് വളരെ വ്യക്തമായി അറിയാം.